നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക. ഹായ് ഡിയേഴ്സ്, നമുക്കിന്ന് ഉച്ചയ്ക്കത്തെ വിശേഷങ്ങൾ കണ്ടാലോ? അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് എന്തൊക്കെയാണ് ഉണ്ടാക്കണമെന്ന് കാണിക്കാം കേട്ടോ. അപ്പോൾ കറിയായിട്ട് മീൻ കറിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇന്നലെ വാങ്ങിച്ച മീനാണ്, അത് ഞാൻ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ഇന്നെടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഞാൻ കലക്കിയിട്ടാണ് കേട്ടോ വെക്കണേ. സാധാരണ ഞാൻ മീൻ കറി വെക്കുമ്പോൾ കലക്കിയിട്ടല്ല വെക്കാറ്, ഞാൻ വഴറ്റിയിട്ടാണ് കേട്ടോ വെക്കാറ് സാധാരണ. അപ്പോൾ ഇന്നിപ്പോൾ എനിക്ക് തോന്നി കലക്കി വെക്കാമെന്ന്. അപ്പോൾ മുളക് കറിയാണ് ഞാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ അത് ലാസ്റ്റ് അത് തേങ്ങ അരച്ച കറി ആക്കിയിട്ടോ ഞാൻ ഉണ്ടാക്കി വന്നപ്പോൾ എനിക്ക് തോന്നി കുറച്ച് കുറവായ പോലെ കറി. ഇവിടെ ഉണ്ണിയേട്ടനൊക്കെ അത്യാവശ്യം നല്ല കറി വേണം കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ പിന്നെ കുറച്ച് തേങ്ങ അരച്ചൊഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇങ്ങനെ വെക്കുമ്പോൾ ഒരു ഗുണം എന്താ വെച്ചാൽ കുറച്ച് നേരം നമുക്ക് ഇതിൻ്റെ ഒപ്പം നിൽക്കേണ്ട ആവശ്യമില്ല. അടുപ്പത്ത് വെച്ചിട്ട് നമുക്ക് വേറെ പണികൾ നോക്കാം. വഴറ്റിയൊക്കെ ഉണ്ടാക്കുമ്പോൾ കുറച്ച് നേരം അതിൻ്റെ കൂടെ തന്നെ നിൽക്കേണ്ടി വരും കേട്ടോ. അപ്പോൾ അങ്ങനെ പിന്നെ ചോറ് തിളച്ച് വന്നപ്പോൾ ഞാനത് റൈസ് കുക്കറിലേക്ക് മാറ്റി കേട്ടോ. നമ്മളിവിടെ വിറകടുപ്പിലാണ് ചോറ് വെക്കാറ്. പക്ഷെ ഇപ്പോൾ വിറകൊക്കെ പച്ചയാണ്. അപ്പോൾ അതൊക്കെ ഉണങ്ങിയിട്ട് വേണം ഇനി അടുപ്പ് കത്തിക്കണമെങ്കിൽ. അതൊക്കെ ഈ മഴയത്ത് ഇനി എപ്പോൾ ഉണങ്ങാനാണെന്ന് ഒരു ഐഡിയ ഇല്ല കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും കുറച്ച് ദിവസം ഇങ്ങനെ തന്നെ ആയിരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ ഈ കറി അടുപ്പത്ത് വേകാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് തുണികളൊക്കെ ഒന്ന് ഉണക്കാനുണ്ട്. അതാണ് ഒരു മെയിൻ ടാസ്ക് എന്ന് പറയുന്നത്. കാരണം ഒന്നും ഉണങ്ങുമില്ല ഈ മഴയായ കാരണം. പിന്നെ ഒരുപാട് സ്ഥലങ്ങളിൽ മണ്ണിടിച്ചിലും വെള്ളപ്പൊക്കവും ഒക്കെ ഉള്ളതായിട്ട് ന്യൂസിലൊക്കെ കേട്ടു കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ ബുദ്ധിമുട്ടൊക്കെ ഉള്ള പ്രദേശങ്ങളിൽ താമസിക്കണവരൊക്കെ സേഫായിട്ടിരിക്കുക, മാറി താമസിക്കുക കേട്ടോ കുറച്ച് നാളത്തേക്ക്. അപ്പോൾ അങ്ങനെ ഞാൻ ഉണക്കാനിട്ടിരുന്ന തുണികളൊക്കെ എടുത്തു. കുറേ തുണികളുണ്ട് കേട്ടോ. ഇതൊക്കെ ഇന്നലെയും മിനിയാന്നൊക്കെ ആയിട്ട് ഇട്ടിട്ടുള്ള തുണികളാണ്. ഇതൊക്കെ ഇനിയിപ്പോൾ എന്ന് ഉണങ്ങാനാണെന്ന് അറിയില്ല. കട്ടി കുറഞ്ഞതൊക്കെ പെട്ടെന്ന് ഉണങ്ങും കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാൻ എടുത്തു. കട്ടിയുള്ള പാൻസൊന്നും ഇപ്പോഴൊന്നും എന്തായാലും ഉണങ്ങില്ല. അപ്പോൾ ചെറിയൊരു വെയിൽ കണ്ടപ്പോൾ ഞാൻ ഉണങ്ങാത്തതൊക്കെ എടുത്തിട്ട് വെയിലത്തേക്ക് ഇടുക കേട്ടോ. പിന്നെ ഇന്ന് അലക്കിയ തുണികളും ഇടാനുണ്ട്. പിന്നെ ടെറസൊക്കെ ആകെ പുല്ലും പായലും ഒക്കെ ആയിട്ട് ആകെ വൃത്തികേടായി കിടക്കുകയാണ് കേട്ടോ. ഈ മഴ ഇങ്ങനെ പെയ്യുമ്പോൾ വൃത്തിയാക്കാനും ഒരു ഇതില്ല. അപ്പോൾ വഴുക്കലും ഉണ്ട് നന്നായിട്ട്. പിന്നെ ഞാനിവിടെ കറ്റാർവാഴ വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ തലയിലോ മുഖത്തൊക്കെ തേക്കാൻ വിചാരിച്ചിട്ടുള്ള വെച്ചതാണ്. ഞാൻ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് കേട്ടോ. പക്ഷെ അതുമ്മേ തൊടാറേ ഇല്ല. ഉണ്ടായപ്പോഴാണ് ഇപ്പോൾ തൊടാതെ ആയത്. അങ്ങനെ പിന്നെ ഞാൻ ഇന്ന് അലക്കിയ തുണികളും കൂടി ഒന്ന് അത്യാവശ്യം വെയിൽ നല്ല ഇല്ലെങ്കിലും പക്ഷെ നമ്മൾ വെയിലത്ത് നിൽക്കുമ്പോൾ ഒരു ചൂടുണ്ട്. പുറത്ത് നിൽക്കുമ്പോൾ ഒരു ചൂടുണ്ട് കേട്ടോ. ഒക്കെ ഇങ്ങോട്ട് കഴിഞ്ഞിട്ടുള്ളൂ. ഞാൻ തുണികളിട്ടിട്ട് ഒരു 10 മിനിറ്റ് പോലും ആയില്ല, അപ്പോഴേക്ക് പെയ്തു. ഇതന്നെയാണ് ഭ്രാന്ത് പിടിക്കുക കേട്ടോ. ദേഷ്യം വരും. അതുകൊണ്ടാണ് ഞാൻ പിന്നെ പുറത്തേക്ക് ഇടാത്തത്. ഒക്കെ കൂടി ഞാൻ വാരി കൂട്ടി എടുത്ത് പിന്നെ ഒക്കെ സെറ്റാക്കി. അങ്ങനെ പിന്നെ പണികളൊക്കെ കഴിഞ്ഞു കേട്ടോ. ഇനി വൃത്തിയാക്കൽ പണി മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ള പണികളൊക്കെ കഴിഞ്ഞു. കൈ മുഖമൊക്കെ കഴുകി. പക്ഷെ നല്ല വിശക്കാം. അപ്പോൾ ഞാൻ ഇത് കഴിക്കാൻ കേട്ടോ. ക്രീം ബൺ. എല്ലാ പണിയും കഴിഞ്ഞതാണ് കേട്ടോ. പക്ഷെ ഇതെനിക്ക് അവിടെ ഇരിക്കുമ്പോൾ തന്നെ ഉണ്ടാക്കിയാലും ഇങ്ങനെ ഉണ്ടായിരുന്നു. പിന്നെ ഞാനൊന്നും നോക്കിയില്ല, ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. നമുക്ക് അങ്ങനെയാണ്, എനിക്കങ്ങനെയാണ്. എന്തെങ്കിലും ഒന്ന് ഉണ്ടാക്കണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് ഉണ്ടാക്കിയേ തീരൂ. അപ്പം ഞാൻ വന്ന് ഇത് കഷ്ണങ്ങൾ വട്ടത്തിലൊക്കെ മുറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ബ്രിഞ്ചോൾ ഫ്രൈ. വേറെ ഒന്നും വേണ്ട, ചോറിൻ്റെ കൂടെ ഞാൻ ഇത് മാത്രം കൂട്ടി കഴിക്കും. അപ്പോൾ നമുക്ക് ഇതിന് വേണ്ടി ഒരു മസാല സെറ്റാക്കാം. കുറച്ച് മുളക് പൊടി നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട്, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, ഉപ്പും ഗരം മസാല അല്ല, ചിക്കൻ മസാല, അത്രയേ ഉള്ളൂ കേട്ടോ. കുറച്ച് നാരങ്ങ നീരും കൂടി പിഴിഞ്ഞൊഴിക്കുക. എന്നിട്ട്
മസാല നന്നായി തേച്ച് പിടിപ്പിച്ചിട്ട് വറുത്തെടുക്കുക കേട്ടോ. നല്ല ടേസ്റ്റാണ് കേട്ടോ. പക്ഷേ എനിക്ക് ഈ സാമ്പാറിലുള്ള വഴുതനങ്ങയൊന്നും എനിക്ക് ഇഷ്ടമല്ല കേട്ടോ. ഞാൻ കഴിക്കില്ല, എനിക്ക് തീരെ ഇഷ്ടമല്ല. പക്ഷെ ഫ്രൈ ചെയ്തതാണെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഇയാൾ അവിടെ ക്യാമറ ഇരിക്കണ കണ്ടിട്ടില്ല കേട്ടോ. അങ്ങനെ 2 തവണ എനിക്ക് ക്യാമറയിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അതാണ് വേഗം ഓടിപ്പോയത്. ഇതായിട്ടുണ്ട് കേട്ടോ, എടുക്കാം. ഇതുണ്ടെങ്കിൽ പിന്നെ ചോറുണ്ണാനേ വേറെ ഒന്നും വേണ്ട. അപ്പോൾ ഒക്കെ സെറ്റായിട്ടുണ്ട് കേട്ടോ. നല്ല ചീരത്തോരനും ചോറും അതുപോലെ തേങ്ങ അരച്ച മത്തിക്കറിയും പിന്നെ ഇന്നലത്തെ സാമ്പാറുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മുടെ ബ്രിഞ്ചൽ ഫ്രൈയും. അപ്പോൾ അത്രയേ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.